إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ വിഷയം പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ നാം എന്ത് ചെയ്യും. അതായത് ഇപ്പോൾ കുട്ടികളെ കോളേജിൽ ചേർത്താണല്ലോ, ആ കോളേജിൽ ചേർത്തിയാൽ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മേഖലയിലാണ് കോളേജ്. കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുക, നമ്മളെ കുട്ടികൾ മോശമായി പോവോ എന്നൊരു തോന്നൽ. അതിലേതെങ്കിലും ഒരു പ്രപ്പോസൽ വന്ന് കുറച്ച്, അതായത് 10ൽ 8 പൊരുത്തം ഉണ്ട്, 2 പൊരുത്തമില്ല, ഫുള്ള് പൊരുത്തമുള്ള പ്രപ്പോസൽ ഉണ്ടാവില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ ശരി. അതെടുക്കണോ വേണ്ടേ? അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിപ്പോൾ മൂപ്പരോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യും, പക്ഷേ ഇത് ചെയ്യണോ ചെയ്യണ്ടേ? അങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാണ്ട് ശങ്കിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ, പിന്നെ ഓരോ യാത്രകൾ ഒത്തു വന്ന് ആരെങ്കിലും കൂടിയിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകാനൊഴിഞ്ഞ് പഠിച്ചോ ഇതൊരു ഷെറാവോ ഇല്ലേ, അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് സമയത്ത് നമ്മൾ ഇസ്ലാമിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്തിഖാറത്ത് നമസ്കാരം എന്നും പറഞ്ഞിട്ടൊരു നമസ്കാരം, അത് നമ്മളിൽ അധിക പേരും ആ നമസ്കാരം ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ദീനി ഗ്രൂപ്പായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ പ്രൊഫഷണൽ സ്പീക്കിംഗ് മേഖലയിലേക്കെല്ലാം ആളുകൾ സ്പീക്കിംഗ് മേഖലയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് അള്ളാഹുവിനോട് 2 റക്അത്ത് സുന്ന നമസ്കരിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദം. അതിൻ്റെ ഹൈറും ഷെറും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് തരുന്നതായിരിക്കും. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം പറയുന്നു: ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ച് തരുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം നന്മ തേടൽ ചെയ്യേണ്ട പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരുന്നു എന്ന്. ആരാ റിപ്പോർട്ട് ചെയ്യുന്ന? ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അപ്പോൾ അത് അത്രയ്ക്ക് പ്രാധാന്യം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സുന്നത്തായ ഒരു കർമ്മമാണ്. കാരണം നമുക്ക് എപ്പോഴും അവ്യക്തതാണ് അല്ലേ, മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറും ഷെറും തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല അല്ലേ. നമുക്കറിയില്ല അതെന്താ ചെയ്താൽ. ഇപ്പോൾ ചില പ്രപ്പോസലുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മളോടൊക്കെ വന്ന് ചോദിക്കും, ഇന്ന കുട്ടി നന്നോ, ഇന്നതാണോ. അപ്പോൾ നമുക്കാണെങ്കിൽ സത്യം പറയാനും പറ്റൂല. സത്യം പറഞ്ഞാൽ നമ്മൾ അയൽവാസിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കും. അതേസമയം സത്യം പറയാതിരുന്നാൽ മറ്റൊരു കുടുങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒക്കെ പല സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വിഷയത്തിൽ നമ്മൾ സംശയാസ്പദമായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു വ്യക്തമായൊരു ധാരണ, ശരിയായൊരു വഴി തെളിയിച്ച് തരുവാൻ നമുക്ക് ഈ നമസ്കാരം കൊണ്ട് ഉപകരിക്കുന്നതാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു മാ കാന ലഹുൽ ഖൈറത്തു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. അതായത് നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അല്ലേ. യഖ്താർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും പങ്കു ചേർക്കുന്നതിനെല്ലാം അതിന് അതീതനുമാകുന്നു അല്ലേ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ആൾക്കാരെന്ത് തന്നെ പങ്കു ചേർത്താലും അതിൻ്റെയൊക്കെ അപ്പുറം, അതുക്കും മീതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനം. അത് ഖുർആനിലെ ഒരു ആയത്താണ്. അപ്പം അതുപോലെ നാം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ലെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ തറവാട് സ്വത്ത് ഇങ്ങനെ വെക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ആക്കാം എന്നൊക്കെ ഇങ്ങനെ ചർച്ച വന്ന് തീരുമാനിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്കത് ഹൈറാകുമോ ഷെറാകുമോ എന്ന് കൃത്യമായി വ്യക്തമായി തെളിവില്ല, മനസ്സിലാവില്ല. അങ്ങനത്തെ അവസരങ്ങളിലെല്ലാം നമുക്ക് ഗൈബ് അറിയാത്ത, ദൃശ്യമറിയാത്ത അവസരങ്ങളിൽ ഇത് വേണമോ വേണ്ടയോ എന്ന രീതിയിൽ നമ്മൾ
നമ്മുടെ മനസ്സിൽ കുഴപ്പമുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇസ്തിഹാറ നമസ്കാരം, അല്ലേ? അത് ചെയ്യുന്നതിനാണോ ഒഴിവാക്കുന്നതിനാണോ നന്മയെന്ന് നമുക്കറിയില്ല. ആ ഒരു തീരുമാനം എടുത്തത് അത് ഹൈറാണോ ഷെറാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഈ ഒരു കാര്യം തീരുമാനിച്ചു നമ്മളൊരു വിവാഹം നടത്തി, എന്നിട്ടും ഡിവോഴ്സ് വന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ഉറപ്പിച്ചുകൂടാലോ, പക്ഷേ അത് അള്ളാൻ്റെ ഖദറാണല്ലോ, അള്ളാൻ്റെ വിധിയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു നല്ല മോള്, അവരുടെ വീട്ടിൽ വലിയ ദീനി ആംബിയൻസ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അവർ വളരെ ഒരു ദീനില്ലാത്ത രീതിയിലാണ് അവരെ നടത്തവും ഇതൊക്കെ. ഇവൻ തലയിൽ പോലും തട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ വാശി പിടിച്ച് പിന്നെ ഒരു നല്ലൊരു ദീനി കുടുംബത്തൊന്നും കല്യാണം കഴിച്ചു. അപ്പോൾ അവൾക്ക് ഈ പയ്യനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച്. നല്ലൊരു മോനാണ്, നല്ലൊരു ദീനി ആംബിയൻസിലുള്ള കുട്ടിയാണ്. അങ്ങനെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ കുറച്ചങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്ക് മാസ്റ്റർ ഡിഗ്രി എടുക്കണമെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ഥലത്തൊരു കോളേജിൽ പോയി ചേരുക. അതൊരു കോളേജ് ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടെ ഫെമിനിസ്റ്റുകൾ, അതായത് പെണ്ണുങ്ങൾ, സ്ത്രീത്വവാദികൾ എന്ന് മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ആ കുട്ടികളുടെ കൂടെ കൂടി കുട്ടി ആകെ മോശമായിപ്പോയി. വെറും 2 കൊല്ലാണ് ഈ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വേണ്ടി കുട്ടി പോയി താമസിക്കുന്നത്. ആ സമയത്ത് ഈ കുട്ടി അങ്ങനെ വഷളായിപ്പോയി. ഒരു തരത്തിലൊരു വൈവാഹിക ജീവിതം ഭർത്താവിനായിട്ട് ഒത്തുപോകാൻ, എന്തൊരു നല്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ 1-2 കൊല്ലം അവരുടെ കൂടെ നിന്നിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നല്ലൊരു മോളെ എന്നറിയാം, നല്ലൊരു മോളായിരുന്നു അത്. പക്ഷേ ഈ ഒരു കോളേജിൽ കുട്ടി അഡ്മിഷൻ എടുത്ത് ഈ പെൺകുട്ടികളുടെ കൂടെ റൂംമേറ്റ്സ് ആയതോടുകൂടി ആകെ കോലം മാറി, വല്ലാത്തൊരു രീതിയിലുള്ള പെരുമാറ്റവും കളിയൊക്കെ ആയപ്പോൾ എല്ലാ വീട്ടുകാരോട് വന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരെപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞതല്ലേ, അത് വേണ്ടാത്ത കാര്യമില്ലേനോ എന്നൊക്കെ. അപ്പോൾ ഓൻ പറഞ്ഞു, ഇതാണ് അവസ്ഥ, അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ചെക്കൻ ഡിവോഴ്സ് വാങ്ങിപ്പോയി, ഓൻ വേറെ നല്ല കല്യാണവും കഴിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെ കുട്ടികൾ ഇനിയിപ്പോൾ ഭർത്താക്കന്മാർ ഒരുപാട് കൗൺസിലിംഗ് കേസുകളിലൊക്കെ ഗൾഫിലുള്ള ആണുങ്ങളൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക എല്ലാ വിഷയത്തിലും നമ്മളിതുപോലെ ഇസ്തിഹാറ നിസ്കരിച്ച് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തേടിയും ചോദിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇസ്തിഹാറ നിസ്കരിച്ച് ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ അതൊക്കെ തീരുമാനിച്ചതാക്കി നിസ്കരിച്ച് എല്ലാ രീതിയിലും പോകാമെന്ന് വെച്ചോളേ. അപ്പോൾ മേ ബി ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുണ്ട്, ഞങ്ങൾക്ക് അത് അള്ളാഹ്ക്ക് തടുക്കാൻ സാധിക്കും. ആക്സിഡൻ്റ് എന്ന് പറയുന്ന ആ സമയവും സന്ദർഭവും ഒത്തു വരുമ്പോഴായിരിക്കുമല്ലോ അത് സംഭവിക്കുക. അപ്പം നമ്മൾ അതിലെ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ആ സ്ഥലത്ത് കൂടെ കടന്നു പോകും. ഒരു 10 മിനിറ്റ് പുറകോട്ടോ 10 മിനിറ്റ് മുൻപോട്ടോ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ അതുപോലെ നമ്മൾ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹുവിനോടല്ലാണ്ട് വേറൊരാളോട് നമുക്ക് ഹൈർ നേടാനും പാടില്ല. അതൊരു വളരെ നല്ലൊരു കാര്യം, നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടതാണ്. ഇതിൻ്റെ ദുആ പിന്നെ വളരെ ഒരു ചെറിയ ദുആണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സഹാബത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഖുർആനിലെ ആയത്ത് പഠിക്കും പോലെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും ഈ ദുആ ആണെങ്കിൽ മനഃപ്പാഠമല്ല താനും. കാരണം നമുക്കതൊരു എസെൻഷ്യൽ മാറ്റർ അല്ല എന്ന് വേണം പറയാൻ. അങ്ങനെ നാം എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ, അതായത് ഇതാ ഹെമ്മ അഹദുക്കും ബി അമ്രൻ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് നിസ്കാരമില്ല, അല്ലേ? അത് 2 ഹൗലാണെങ്കിലും വേണ്ട, അല്ലെ? അത് വെച്ച് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് 2 കാര്യം നമ്മളെ മുമ്പിൽ വന്നിട്ട് ഏതാണ് അതെടുക്കണോ ഇതെടുക്കണോ, ആ ഒരു നമസ്കാരം, ആ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഈ നമസ്കാരം. ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ട് അത് ഹൈറാണോ ഷെറാണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി പ്രത്യേകം മനസ്സിലാക്കുക. ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ വന്ന് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഹൈറും ഷെറും തേടാനായിരിക്കണം നമ്മൾ നമസ്കരിക്കുന്നത്, അല്ലേ? ഇതാ അറാദ അഹദുക്കും ഹാജ, ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ മനസ്സിൽ തീരുമാനിച്ചതിനെന്തെങ്കിലും പൂതി ആവട്ടോ. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പല പൂതികളുണ്ടാവുമല്ലോ. ഇപ്പോൾ വീട് വെക്കാനും വീട് വാങ്ങാനും വേറെ ഫ്ലാറ്റിലേക്ക് താമസിക്കാം, അങ്ങനെ പല ആഗ്രഹങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാം? 2 റക്അത്ത് നമസ്കരിച്ച് ഈ ദുആ ചെയ്യാം, അല്ലേ? അതുപോലെ ദുആ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഷൂറ കൂടിയിട്ട് തീരുമാനിക്കണം. അതിന് മുമ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ആളുകളുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് അതിൽ നിന്ന് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കോഴിക്കോട്, എസ്പെഷ്യലി കോഴിക്കോടത്തെ ഒരവസ്ഥ ശരിക്കും എല്ലാവർക്കും മനസ്സിലാകുന്നത്, അതായത് മുഴത്തിന് പിന്നെ
എന്തുണ്ട്, ഹോട്ടലുകളും പിന്നെ കോഫി ഷോപ്പുകളും ജ്യൂസ് കടകളും, ഞാൻ പറഞ്ഞില്ല എല്ലാ സ്ഥലത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് തുറക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല കുക്കുണ്ടോ, നല്ല ജ്യൂസ് അടിക്കുന്നവനുണ്ടോ, എല്ലാം അതിനെ പറ്റി ആംബിയൻസ് ആണോ, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ, ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണോ, ഇവിടെ ബിസിനസ് നടക്കുമോ. ചില സ്ഥലത്തൊന്നും ബിസിനസ് തീരെ നടക്കൂല. അങ്ങനെ ശരിക്കും കണ്ണിങ്ങായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്ഥലത്തും ഷോപ്പ് തുറക്കാനല്ലേ. അതാ പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച്, അത് എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല, നമുക്ക് നല്ലത് വരണേന്ന് ആഗ്രഹിക്കുന്ന ആളുകളും കൂടെ ആവണം അല്ലേ. ചില ആൾക്കാർ നമ്മളെ ഉള്ളിലും വിദ്വേഷം വെച്ചിട്ട് അവൻ തുറക്കട്ടെ, അവൻ്റെ പൈസ പോട്ടെ എന്നുള്ള ഉദ്ദേശം. അങ്ങനത്തെ ആളുകളെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും സത്യസന്ധമായി സംസാരിക്കുന്നവരും നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതുമായ വ്യക്തികളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ എന്തെല്ലാം മെറിറ്റ്സ്, അവിടെ എന്ത് ബിസിനസ് തുടങ്ങിയാൽ ഏത് രീതിയിൽ വിജയിപ്പിക്കാം എന്നൊക്കെ നമ്മളൊരു ഷൂറ കൂടി ആലോചിച്ചിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ 10, 20, 25 വയസ്സായ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ കുറച്ച് ലക്ഷങ്ങൾ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഉമ്മൻ്റെ ഉപ്പൻ്റെ ഏതെങ്കിലും പറമ്പ് വിറ്റ് വാശി പിടിച്ച് പൈസ വാങ്ങി ഇന്ന് തുറക്കും മറ്റന്നാൾ പൂട്ടും എന്നൊരവസ്ഥ അല്ലേ. ഒരുപാട് ഷോപ്പുകൾ പൂട്ടിപ്പോകുന്നുണ്ട്, കുറേ ബിൽഡിങ്ങുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ന്യൂജൻ ട്രെൻഡ്. കുറേ ബിൽഡിങ് എടുത്തിടുക, അതിൽ കുറേ ഷോപ്പ് തുടങ്ങുക, അത് പൂട്ടുക അല്ലേ. പണ്ടത്തെ പോലെ ഷോപ്പ് തുടങ്ങുക എന്നാണ്, ഒരു ഷോപ്പ് മാത്രമല്ല ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഇൻറ്റീരിയറുമാണ്. അപ്പോൾ 1 crore ഇൻറ്റീരിയർ ചെയ്ത ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരു കോടിൻ്റെ പുറത്ത്. ഇപ്പം വലിയ ജ്വല്ലറിക്കൊന്നും കോടികളൊന്നും നിൽക്കൂല അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്തും ചെയ്യാൻ. അപ്പോൾ അതുപോലെ കുട്ടികളെ കോളേജിലെ കഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പെൺകുട്ടി നല്ലൊരു മോളായിരുന്നു. പക്ഷെ ആ ഒരു PG എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി അഡ്മിഷൻ എടുത്ത് ആ പെൺകുട്ടികളെ കൂടെ കൂടിയിട്ട് കുട്ടി കോലത്തിലായി. അപ്പോൾ എന്ത് കാര്യം അതിൻ്റെ ഹൈറും ഷെറും അള്ളാഹുവിനോട് തേടലും നമുക്ക് നിർബന്ധമാണ്. മാത്രമല്ല അംറുഹും ഷൂറ ബൈനഹും, അതായത് ആളുകൾ പരിചയസമ്പന്നമായ ആളുകളിൽ നമ്മൾ ഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന നടത്തണം അല്ലേ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏത് വീട്ടിൽ ഏതൊരു കല്യാണം നടക്കുമ്പോഴോ എന്ത് ചോറ് വെക്കണം, ഏത് ദിവസം ആണുങ്ങൾ ഏത് ദിവസം പെണ്ണുങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂറ കൂടി തീരുമാനിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യമായാലും ഷോപ്പ് തുറക്കുന്ന കാര്യവും മറ്റ് പല സ്ഥലങ്ങൾ വാങ്ങുന്നതും, ഒരു സ്ഥലം നമ്മൾ കാണുമ്പോഴത്തേനൊക്കെ അഡ്വാൻസ് കൊടുത്താൽ ചിലപ്പോൾ അവിടെ വെള്ളം കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ മഴക്കാലത്ത് വെള്ളം കയറും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അയൽവാസികളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടൊക്കെ വേണം സ്ഥലങ്ങളൊക്കെ വാങ്ങുമ്പോൾ വാങ്ങാം. പിന്നെ അത് വിറ്റ് കിട്ടാൻ വേണ്ടി നടക്കണം അല്ലേ. നമ്മളെ പേരിൽ രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തലയിലായല്ലോ. അങ്ങനെ അപ്പോൾ ഈ ഷൂറ കൂടുമ്പോൾ തന്നെ നമ്മളായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ, നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് വിശ്വസനീയമായിട്ട് നമ്മൾ ചോദിച്ചാൽ ശരിക്കുള്ള ഒരു മറുപടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളുമായിട്ട് വേണം സംസാരിക്കാൻ അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതാ അറാദ അമ്രൻ, പിന്നെ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ 2 ഫർളല്ലാത്ത നമസ്കാരം നമസ്കരിച്ച ശേഷം, അത് നമ്മൾ സുന്നത്ത് നമസ്കാരം പോലെ വെറുതെ ഒരു സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഇനിയിപ്പോൾ ആ സുന്നത്ത് നമസ്കാരം പറ്റിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്താലും മതി അല്ലേ. വെറുതെ ഒരു ദുആ ഉണ്ട്, അതിൻ്റെ ഒതൻറ്റിക് ദുആ ഉള്ളത് കൊണ്ട് ആ ദുആ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചാൽ നമ്മളിങ്ങനെ ബിസിനസ് തുറക്കുന്നുണ്ട് അത് നന്നാവണം എന്ന് കുറേ, അങ്ങനെയല്ല. ഇതിന് ശരിക്കുള്ള ഒരു ദുആ തന്നെ ഉണ്ട്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു ദുആ ഉണ്ട്, അത് തന്നെ പറയണം. ഇനിയിപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവമാണ്, അപ്പോൾ നമ്മൾ തഹിയ്യത്ത് നമസ്കരിച്ച ശേഷമോ വുളുവിൻ്റെ നമസ്കാര ശേഷമോ റവാത്തിബ് നമസ്കാരം, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വക്തിലും ഫർള് നിസ്കാരത്തിനൊക്കെ റവാത്തിബ് നമസ്കരിക്കുന്നുണ്ടല്ലേ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടോ ഈ ഒരു നെയ്യത്തും കൂടെ അതിൽ വെക്കുക അല്ലേ. ഇസ്തിഖാറ നമസ്കാരത്തിൻ്റെ നെയ്യത്തും വെക്കുക. ഞാൻ 2 റക്അത്ത് വുളുവിൻ്റെ നമസ്കാരം നിസ്കരിക്കുന്നു, അതോടൊപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പ് തുറക്കാനോ വേറെ എന്തെങ്കിലും കാര്യം നെയ്യത്ത് ചെയ്യുന്നു. പഠിച്ചോനെ റബ്ബെ, നിസ്കരിക്കാൻ മുമ്പേ നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വേണം കേട്ടോ. 2ഉം കൂടി ഒരു നെയ്യത്ത് വെച്ചിട്ട് നമസ്കരിക്കാം. അങ്ങനെ ഖുശൂവോട് കൂടി നെയ്യത്തോടു കൂടി നമസ്കാരം നിർവഹിച്ച ശേഷം പിന്നെ ഹംദും സലാമും ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥിക്കാം.
ഈ പ്രാർത്ഥന പിന്നെ സലാം വീട്ടുന്നതിന് മുൻപും ശേഷവും ആകാമെന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ അത്തയ്യാത്തിൽ സലാം മുമ്പേ വീട്ടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഭയങ്കര അഫ്ളലാണ്, അത് സ്വീകാര്യയോഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനഃപ്പാഠം അറിയുമെങ്കിൽ നമസ്കാരത്തിന് അത്തയ്യാത്തിന് സലാം വീട്ടുന്ന മുമ്പേയും, അപ്പോൾ നമ്മൾ അള്ളാഹുവായിട്ട് മുനാജാത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ, ആ സമയത്തും പറയാം. ഇനി അതല്ല, നമ്മൾ രണ്ട് കൈകളും ഉയർത്തി ഹംദും സലാത്തും മോദിയിട്ടും പറയാം അല്ലേ. ഇസ്തിഹാറ നമസ്കാരം നിർവഹിച്ചു ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഹൈറാണെങ്കിൽ അള്ളാഹു നടത്തി തരും, ഷെറാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് തടയുകയും ചെയ്യും. തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു എളുപ്പവും ഉണ്ടാക്കും അല്ലേ. ആ കാര്യങ്ങളൊക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിരിക്കും. ഇസ്തിഹാറ ചെയ്ത ശേഷം അള്ളാഹു നമ്മെ കൊണ്ടെത്തിക്കുന്നതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ റബ്ബേ വന്നത്, അള്ളാഹു നീ ഇത് നോക്കുമല്ലോ, നീ ഇതിനെ എല്ലാ ഷെറുകളും തട്ടിത്തിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ള നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള നെയ്യത്തും കൂടെ ഉണ്ടായിരിക്കണം. മനുഷ്യന്മാർ നോ നോളജ് അബൌട്ട് ഇത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാരുടെ വിവരം വളരെ കുറവാണ്. സോ യു സറൗണ്ടർ ടു അള്ളാഹിനെ ഏൽപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും തലയിൽ കയറ്റി ബേജാറായി വിഷമിച്ച് ടെൻഷന് ഗുളിക പിടിച്ച് നടക്കുന്നതാണ്. അള്ളാഹിനെ തവക്കുൽ ചെയ്യുന്നതിനേക്കാൾ ഒന്നില്ലേ, ഒരുപാട് ഖുർആൻ പഠിച്ചാലും ഹദീസ് പഠിച്ചാലും ഒക്കെ ഉള്ള ആൾക്കാരെ പിന്നെ അവർ ടെൻഷൻ പറയുന്നേക്കാം അല്ലേ. അപ്പോൾ അള്ളാഹിനെ ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളായിരുന്നാൽ പോലും അവർക്കും മടിയാണെന്ന് വേണം പറയാൻ. ഇസ്തിഹാറ ചെയ്ത ശേഷം അള്ളാഹുവിനോടുള്ളൊരു പ്രതീക്ഷയിലാണില്ലേ, നാം ഒരിക്കലും നിരാശപ്പെടുകയില്ല. എല്ലാ പ്രധാന കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ ഈ ഒരു ഗുണകരമാണോ ദോഷകമാണോ എന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ അങ്ങ് തീർക്കും. ഇതിൻ്റെ ഹൈറായിരിക്കും, അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ എന്നെ ഈ വിഷയത്തിലേക്ക് അടുപ്പിച്ചത് എന്ന് വേണം, അറ്റാച്ച് ചെയ്തതെന്നുള്ളൊരു മനസ്സിനൊരു സംതൃപ്തിയോട് കൂടിയായിരിക്കും. പിന്നെ നമ്മൾ ഷെക്കിലാകരുത്, ഷെക്കില്ലേ, നമുക്ക് അല്ലാതെ തന്നാവോ ഇതാവോ ബിസിനസ് പൊളിഞ്ഞോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആയ പൊളിയാന്നുള്ള ആ മൂടെ നമ്മളെ മനസ്സിൽ വെക്കരുത്. അള്ളാഹു റഹ്മത്താക്കി തരും. അതിൽ ചില സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോപ്പൊക്കെ തുറക്കുമ്പോൾ വിചാരിക്കുമല്ലോ, ഇവിടെ ഒന്നും ഒരു ബിസിനസ്സും കിട്ടാത്ത സ്ഥലം, എന്തിനാണ് എനിക്ക് ഇവിടെ വന്ന് തുറന്ന് കഴിക്കുക. പക്ഷേ നല്ല പൊട്ടി പൊടിച്ച കച്ചവടം ചെയ്യുന്നത് കാണാം അല്ലേ. അത് അവരെ സാമർഥ്യം എടുക്കും, അള്ളാഹു അവരിലേക്കുള്ള അതൊരു ഹൈറും ബർക്കത്തും ആവാനുള്ളൊരു തീരുമാനമായിരിക്കാം അല്ലേ. ആ കള്ളാഹ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുകയില്ല. അവന് മനസ്സമാധാനം ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ഇസ്തിഹാറ നമസ്കാരം. അമാനി മൗലവി തഫ്സീറിലും ഇതിൻ്റെ വിശദീകരണം കാണാം. ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ റഹിമഹുല്ലാ പറയുന്നു, സൃഷ്ടാവിനോട് നന്മയെ ചോദിക്കുകയും സൃഷ്ടികളോട് കൂടി ആലോചിക്കുകയും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവൻ എന്ത് പേടിക്കാനാണ്. അതായത് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് ജനങ്ങളോടൊക്കെ ഒന്ന് കൂടിയല്ല, ആ മനുഷ്യന്മാരോടും ചോദിക്കാനൊന്നുമല്ല കേട്ടോ പറയുന്നത്. നമ്മളെന്തെങ്കിലും ഒന്ന് തുറക്കാമെന്ന് എല്ലാവരോടും ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അത് അഫ്ളലാണെന്ന് തോന്നുന്നു. നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള നമ്മുടെ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് മാത്രം ചോദിക്കാം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ അല്ല സുന്നത്തിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന പലരും ഈ വിഷയം അവഗണിച്ച്, പല ആൾക്കാർക്കും അറിയാം അങ്ങനൊക്കെ ഒരു നിസ്കാരമുണ്ട്, പക്ഷെ അവരൊന്നും തന്നെ ഇങ്ങനെ നിർവഹിച്ച് കാണുന്നില്ല. അപ്പം ഞങ്ങളോട് ഒക്കേഷനൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഇപ്പോൾ ഒരു ഗൾഫിലേക്ക് പോകാനൊരുക്കുമ്പോൾ, നമ്മുടെ കുട്ടികളെ കോളേജിൽ ചേർത്തുമ്പോൾ ഒരു പ്രപ്പോസൽ വന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് തോന്നുമ്പോൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രത്യേകമായിട്ട് പഠിക്കാൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംസാരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, അങ്ങനെ പല വിഷയങ്ങളിലും നമുക്കിങ്ങനെ ഇസ്തിഖാറ നേടിയിട്ട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവന് സമാധാനം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളിൽ അധികം ആൾക്കാരും ഈ വിഷയം അവഗണിച്ച് തള്ളുന്നു. അതിൻ്റെ പ്രാധാന്യം യഥാവിധി അവർ ഉൾക്കൊള്ളുന്നില്ല. അക്കാരണത്താൽ അവർക്ക് ഹൈറുകൾ തടയപ്പെടുന്നു എന്നുള്ളത്. അതായത് അള്ളാഹുവിനോട് ഹൈറ് ചോദിക്കാത്തവന് അള്ളാഹു ഹൈറ് നൽകില്ല അല്ലേ. ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഹൈറായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെയല്ല. നമ്മളൊരാളോടൊപ്പം നമ്മളെ വീട്ടിലൊരു വല്യമ്മയുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവരോട് വന്ന് പോയി പറഞ്ഞ് അവരെ കുരുത്തവും പൊരുത്തമൊക്കെ വാങ്ങി അവരൊരു 100 റുപ്യ കൈമേൽ നിന്നാൽ മോനെ എനിക്ക് നല്ല വർക്കത്താവട്ടെ എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു മാന്യത ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ചില ആളുകൾക്കൊന്നും അങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലേ. അങ്ങനെ
വയസ്സായ ആൾക്കാരോടൊന്നും അങ്ങനെ ഒരു റെസ്പെക്റ്റ് കാണിക്കൽ, അവരൊരു മാനിക്കൽ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. ഇസ്തിഖാറ നമസ്കാരത്തിൻ്റെ രൂപം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല വിവരിക്കുന്നു. എന്തെല്ലാമാണ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയെല്ലാമാണ് സൃഷ്ടിക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടത്, ഏതിനൊക്കെയാണ് മുൻഗണന നൽകേണ്ടത് എന്നിങ്ങനെയുള്ള ഒന്നിലും തന്നെ അവൻ്റെ ഉദ്ദേശമനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നതിനല്ലാതെ അത് മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനോ അഭിപ്രായത്തിനോ യാതൊരുവിധ പങ്കുമില്ല തന്നെ. എന്നിരിക്കെ അവനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ മറ്റൊരാളെ പങ്കാളിയായി പരിഗണിക്കുന്ന വിഷയവുമില്ല, പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിനും അതീതനല്ല. അള്ളാഹു പരിശുദ്ധനാകുന്നുല്ലേ. വരാനിരിക്കുന്ന കാര്യങ്ങളെയോ മറഞ്ഞ സംഗതികളെയോ അറിയേണ്ടതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ മാർഗത്തിൽ കൂടി ഉദ്ദേശങ്ങൾ സാധിക്കേണ്ടതിനും വേണ്ടി ജ്യോത്സ്യന്മാരെയോ പണ്ഡിതന്മാരെയോ സമീപിക്കുന്നതും അവരിൽ വിശ്വാസം അർപ്പിക്കുന്നതും മഹാപാപമാണ്. നമുക്കറിയാം, പിന്നെ ഹിന്ദു സമുദായത്തിലൊക്കെ ഇപ്പോൾ ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ അവർ ജാതകത്തിൻ്റെ പൊരുത്തം നോക്കൂല. എല്ലാ പൊരുത്തവും ഒത്തെങ്കിലല്ലാണ്ട് അവർ കല്യാണം കഴിക്കില്ല. അങ്ങനെയൊക്കെ എല്ലാ പൊരുത്തവും നോക്കി കല്യാണം കഴിച്ചിട്ട് നമുക്കറിയാം ഒരുപാട് സ്പ്ലിറ്റുകൾ അവരുടെ വിവാഹത്തിലും നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം ചില ആളുകളൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ കൂടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൗലവിനെ കാണാൻ പോകില്ലേ, നല്ല ദിവസം നോക്കാൻ. അങ്ങനെ പറ്റുമോ? അങ്ങനെ പോകാനും കാര്യങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള 365 ദിവസം എല്ലാ ദിവസങ്ങളും തന്നെ നമുക്ക് നല്ലതാണ്. അങ്ങനെ ഒരു മോശപ്പെട്ട ദിവസം എന്ന് പറയാം ചൊവ്വ ദോഷം, ചൊവ്വ ദിവസം മോശമാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മളെ ഇസ്ലാമിക വിഷയത്തിൽ ഇല്ല അല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം: ആരെങ്കിലും ജ്യോത്സ്യനെയോ കണക്ക് നോക്കുന്നവനെയോ സമീപിക്കുകയും അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതരിക്കപ്പെട്ടതിൽ അവൻ വിശ്വസിച്ചിരിക്കുന്നു, അതായത് അവിശ്വസിച്ചിരിക്കുന്നു. അതായത് നബിക്ക് ഇറങ്ങിയിട്ടുള്ള ഹദീസിലും ഖുർആനിലും ഒക്കെ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. അപ്പോൾ ഇങ്ങനെ കണ്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ മൗലിയമാരെ അങ്ങനെയൊക്കെ പോയി അവർ ഗണിച്ച് നോക്കിയിട്ട് നല്ലത് പറയുകയും ഇനിയിപ്പോൾ ഈ ഇതൊരു പ്രപ്പോസൽ വന്ന് പുതിയാപ്പിളിനെ എടുക്കാമോ വേണ്ടയോ എന്നങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 40 ദിവസത്തെ നമസ്കാരവും പിന്നെ ബാത്തിലാകും. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചാൽ നമുക്ക് ഈമാനും കിട്ടില്ല. അങ്ങനെ പല ഷെറുകളുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ തവസ്സുലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇപ്രകാരം 2 റക്അത്ത് നമസ്കരിച്ച് ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമസ്കാരത്തിൻ്റെ കൂടെ കൂട്ടുക, ആ നെയ്യത്തിലും കൂടെ കൂട്ടിയിട്ട് ഒന്നുകിൽ വുളുവിൻ്റെ അല്ലെ റവാത്തിബ് അല്ലെ തയ്യത്ത് അതിൻ്റെ ഏതെങ്കിലും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു നെയ്യത്തും വെച്ച് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്താണ് ചെയ്യുക? അവിടെയാണ് ഇസ്തിഖാറ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഏർപ്പെടുവാൻ ഉദ്ദേശിക്കുന്നവൻ അക്കാര്യം തനിക്ക് ഗുണകരമോ ദോഷകരമോ എന്നറിയാതെ വിഷമിക്കുന്ന അവസരത്തിൽ അവന് മനസ്സമാധാനം ലഭിക്കാനുള്ള നിർദ്ദേശമായിട്ടാണ് ഈ നമസ്കാരം, ഇസ്തിഖാറ നമസ്കരിക്കൽ. അതായത് ഗുണകാംക്ഷ തേടൽ, ഏറ്റവും നല്ല കാര്യം അള്ളാഹുവിനോട് ചോദിക്കൽ അല്ലേ. ഡയറക്റ്റായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് നേരിട്ട് ചോദിക്കൽ, ഗുണകരമായത് കാണിച്ചു തരുവാൻ അള്ളാഹുവിനോട് തേടുക എന്നത്ര ഇസ്തിഖാറ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് നല്ലത് ചോദിക്കുക എന്നുള്ളത്. അതായത് ഈ നമസ്കാരത്തിൻ്റെ ക്രമവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ആയത്തുകൾ പഠിപ്പിച്ചു തരുന്ന പോലെ, അതായത് ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് കേൾക്കുക: കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറ ഫിൽ ഉമൂരി കുല്ലിഹാ കസൂറത്തി മിനൽ ഖുർആനി. അതായത് ഖുർആനിലെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരായത്ത് പഠിപ്പിക്കുന്ന പോലെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത്രക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദുആ ആണ് അല്ലേ. ഇദാ ഹമ്മ ബിൽ അംറി ഫയർക്കഅ് റകഅത്തൈനി സുമ്മ യഖൂലു അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. അങ്ങനെ ഒരു ചെറിയൊരു ദുആ ആണ്. ആ ദുആയും അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം, സലാത്തുൽ ഇസ്തിഖാറ നിസ്കരിച്ചു, യുസല്ലി റകഅത്തൈനി സുമ്മ യദൂ
അതിൻ്റെ ശേഷം ഇപ്രകാരം ദുആ ചെയ്യുക. അങ്ങനെ സലാം വീട്ടിയ ശേഷം തൻ്റെ ഇരു കൈകളും ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കണം. പിന്നെ ഹംദും സലാത്തും ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫളിലികൽ അലീം. അതായത് അല്ലാഹുവേ, നിൻ്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നിൻ്റെ വിജ്ഞാനം മുഖേന ഞാൻ നിന്നോട് നന്മയെ ചോദിക്കുന്നു, നിൻ്റെ കഴിവ് മുഖേന ഞാൻ കഴിവിനെ ചോദിക്കുന്നു. അല്ലേ? അസ്തഖീറുക ബിഇൽമിക, നിൻ്റെ വിജ്ഞാനം മുഖേന ഞാൻ നിൻ്റെ അറിവിനെ ചോദിക്കുന്നു. വസ്തഖദിറുക ബിഖുദ്റതിക, അതായത് നിൻ്റെ കഴിവ് മുഖേന ഞാൻ നിൻ്റെ കഴിവിനെ ചോദിക്കുന്നു. മിൻ ഫളിലികൽ അലീം, അതായത് നിൻ്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. അതായത് മനുഷ്യൻ അവൻ്റെ നിസ്സഹായാവസ്ഥ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. കാരണം വലിയൊരു വീടൊക്കെ എടുത്തില്ലേ, ഭയങ്കര അടിപൊളി വീടൊക്കെ എടുത്ത് ഒരു കാറ്റോ മഴയോ വന്ന് അതെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി, ഒരു സുനാമി വന്ന് ഒലിച്ചു പോയി, അതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും ഒരു കഴിവൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലേ? ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. എല്ലാ കഴിവും അള്ളാഹുവിന്, എല്ലാ ഇൽമും അള്ളാഹുവിനാണ്. തഅലമു വലാ അഅലമു, നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ അറിവില്ലാത്ത മനുഷ്യൻ. അവൻ്റെ നിസ്സഹായാവസ്ഥ ഇവിടെ തുറന്നു കാട്ടുകയാണ്. അൻത അല്ലാമുൽ ഗുയൂബ് അല്ലാഹുമ്മ ഇൻ കുൻത, അതായത് അള്ളാഹുവേ, നീ എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലേ? അള്ളാഹുവിനല്ലാണ്ട് അദൃശ്യ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു കഴിവ് പ്രവാചകന്മാർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പഠിച്ചോനെ, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, അതിൻ്റെ ആദ്യമെന്ത് അവസാനമെന്ത് എന്തെന്ത്, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ടി വിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും അപ്പോൾ നമുക്കറിയാം എല്ലാം അറിഞ്ഞ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട്, അതായത് ഒരു ടി വി സ്ക്രീനിൽ നമ്മൾക്ക് കാണാം. ഒരു കോളേജിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ അത്, ഒരു ഷോപ്പിൽ നടക്കുന്ന, അല്ലേ, CCTV വെച്ചാൽ നമ്മുടെ വഴിയിലൂടെ അതുപോലെ അള്ളാഹുവിന് കാണാം. ഞാനിപ്പോൾ എപ്പം ജനിച്ചു, എങ്ങനെ ജീവിക്കും, ഏത് മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞാൻ, തികഞ്ഞ മുത്തക്കിയാണോ അല്ല മോമിനാണോ, അല്ലെങ്കിൽ നാമമാത്രമായ ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് പേരിന് മാത്രം മുസ്ലിമായി നടക്കുന്ന ഒരാളാണോ, എൻ്റെ ഖബറിൻ്റെ അവസ്ഥ എന്ത്, ഞാൻ മരിച്ചാൽ എന്ത് എന്നൊക്കെ അള്ളാഹു, അതാണ് അദൃശ്യ അല്ലാമുൽ ഗുയൂബിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് എപ്പോഴറിയാം. ലൗഹുൽ മഹ്ഫൂദിൽ ഇറങ്ങുന്ന 20,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനറിയില്ലേ. ഇപ്പം നമ്മൾ പറയാം ഓൻ വടക്കായി പോയി ഓള് വടക്കായി പോയി പറഞ്ഞാൽ കേൾക്കുന്നില്ലേ, അതൊക്കെ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളാണ്. അല്ലേ? പിന്നെ അന്ന ഹാദൽ അംറ ഹൈറുൻ ലി ഫീ ദീനി, ഈ കാര്യം എൻ്റെ ദീനിലും മാഷി അംറി, അതായത് ദീനിലും പര്യവസാനത്തിലും എനിക്ക് ഉപകാരപ്പെടുമെങ്കിൽ റബ്ബേ, നീ ഇതിനോട് നീ എന്നെ അടുപ്പിക്കണം. അപ്പോൾ ഈ ഫീ അംറി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. അല്ലേ? നമ്മൾ ഷോപ്പ് തുറക്കാനാണോ, അതല്ല കുട്ടികളെ കല്യാണ ആലോചന ആണോ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുടുംബപരമായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മലയാളത്തിൽ പറയാം. അല്ലേ? അന്ന ഹാദൽ ഹംറ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കാര്യം പറഞ്ഞ ശേഷം ഹൈറുൻ ലി ഫീ ദീനി വ മാഷി അംറി എന്നും കൂടെ നമുക്ക് പറയാവുന്നതാണ്. അല്ലേ? മഹാഷി വാക്കിബത്തി അംരി എന്ന കാര്യത്തിൽ എന്നതിൻ്റെ സ്ഥാനത്ത് എൻ്റെ കാര്യത്തിൻ്റെ താൽക്കാലിക അവസ്ഥയിലും ഭാവിയിലും, അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങുകയാണ്, ആ ബിസിനസ്സിൽ ഭയങ്കര വളർച്ച കിട്ടില്ലേ. നമുക്കവിടെ അറിയാം, ഫിറൗൻ്റെ ഹാറൂന് സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി മൂസാ നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അത്രയും ഉണ്ടായതില്ലേ. അതുണ്ടായ ശേഷം എന്താ സംഭവിച്ചത്? ഹാറൂൻ ഭയങ്കര കാഫിറായില്ല, അള്ളാഹിനെ നിഷേധിച്ച് നടന്നു. എന്നിട്ട് ഭൂമി പിളർന്ന് അവൻ്റെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എല്ലാം അള്ളാഹു അങ്ങോട്ട് എടുത്തു. അല്ലേ? അതുപോലത്തെ ഒരു ഷോപ്പോ അതുപോലത്തെ ഒരു സമ്പാദ്യമോ എനിക്കാകരുതില്ലേ എന്ന്. അതായത് മാഷി വാക്കിബത്തി അംരി, അത് ഇന്ന് ഈ ലോകത്തേക്കും പരലോകത്തേക്കും എനിക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു സമ്പാദ്യമായിരിക്കണം. അല്ലേ? പ്രാർത്ഥിക്കുന്നവൻ്റെ യുക്തി പോലെ രണ്ടിലൊന്ന് ഉപയോഗിക്കാവുന്ന ഈ രണ്ട് കാര്യവും നമുക്ക് പറയാം. അല്ലേ?
ആജിലി അമ്രി വ അജിലിഹി എന്നും പറയാം. മഹാഷി വ ആക്കിബത്തി അമ്രി, അതാണ് അതിൽ ആ പ്രാർത്ഥനയിലുള്ള പ്രകാരം പറയാം അല്ലേ. അതായത് ഇന്ന് ഇവിടത്തേക്കും നാളെ അവിടത്തേക്കും ഉപകാരപ്പെടുന്ന മക്കളും സമ്പാദ്യങ്ങളും സ്വത്തും എല്ലാം അല്ലേ, ഭാര്യയും എല്ലാം നമുക്ക് അങ്ങനെ ആയിരിക്കണേ എന്ന് ദുആ ചെയ്യാം. ഫഖ്ദുറുലി, അതായത് എനിക്ക് നീ വിധിക്കണമേ. ഇൻകുന്ത തഅലമു അന്ന ഹാദൽ അമ്ര, അന്നേരം നമ്മുടെ കാര്യം ഉദ്ദേശിച്ച കാര്യം പറയാം. അമ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അർത്ഥം കാര്യം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ അമ്ര വരുന്ന സ്ഥലത്തൊക്കെ വീണ്ടും നമ്മുടെ കാര്യം പറയാം. ഇൻകുന്ത തഅലമു അന്ന ഹാദൽ അമ്ര, അതായത് അള്ളാഹുവെ ഈ ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം എനിക്ക് ഷർറം ലി ഫി ദീനി, അതായത് ദീനിലും പിന്നെ അതാണ്ട് ഇഹലോകത്തും പരലോകത്തും നന്മയാണെന്ന് അറിയുകയാണെങ്കിൽ മാത്രം ഇത് നടത്തണം അല്ലേ. ഷർറും ലി ഫി ദീനി വ മാഷി വ ആഖിബത്തി അമ്രി ഔ കാല ഫി ആജിലി അമ്രിഹി വ അജിലിഹി, അല്ലെങ്കിൽ എന്തെങ്കിലും ദീനിൻ്റെയും ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെ അവസാനത്തിൽ ഇതൊരു ഷർറാണെങ്കിൽ നീ എന്നിൽ നിന്നത് മാറ്റണല്ലേ. ഫസ്രിഫുഹു അന്നി ഫസ്രിഫ്നി അൻഹു വഖ്ദുറുലി ഖൈറൻ ഹൈസു കാന, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവേ നീ എനിക്ക് ദോഷകരമായി തീരുകയാണെങ്കിൽ ഇത് എന്നിൽ നിന്ന് അകറ്റുകയും, ഹൈസു കാന ഞാൻ എവിടെയായിരുന്നാലും, സുമ്മ റൊല്ലിനി ബി വയുസമ്മി ഹാജത്ത്, അതെനിക്ക് വിധിക്കണം ഹൈറായ രീതിയിൽ. ഞാൻ ഇനിയിപ്പോൾ ഏത് സ്ഥലത്ത് എത്തിപ്പെട്ടാലും അള്ളാഹു ഒരു ഹൈറായ വിധി ഈ വിഷയത്തിൽ എനിക്കുണ്ടാവണമേ. പിന്നെ അതിൽ എനിക്ക് സംതൃപ്തി നൽകുകയും ചെയ്യണമേ. സുമ്മ റൊല്ലിനി ബില്ലേ, അതിൻ്റെ വിഷയത്തിൽ എനിക്ക് ഈ ചെയ്യുന്ന ബിസിനസ്സിൽ ഈ നടക്കുന്ന വിവാഹാലോചനയിൽ അല്ലെങ്കിൽ ഈ സ്വത്ത് വിൽപ്പനയിൽ ഈ വാങ്ങുന്നതിൽ അള്ളാഹുവെ നീ എനിക്ക് സംതൃപ്തി നൽകുകയും ചെയ്യണമേ എന്നുള്ള ഒരു ദുആ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ആ ദുആ ആണ്. അപ്പോൾ ഈ ദുആയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു ദുആ ആണിത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖ്ദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫളികൽ അളീം വ ഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വ തഅലമു വലാ അഅലം വ അൻത അല്ലാമുൽ ഖുയൂബ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വ മഗാഷി അംരി, അതായത് ദീനിലേക്കും പരലോകത്തിലേക്കും എല്ലാം നല്ല കാര്യമാണ്. റബ്ബേ ഇതിനെ എനിക്ക് നടത്തി തരണേ. ഫഖ്ദുറുലി എനിക്ക് നീ വിധിക്കണമേ. ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഷർറുൻ ലി ഫീ ദീനി വ മഗാഷി വ ആഖിബത്തി അംരി, എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് തട്ടിക്കളയുകയും ചെയ്യണമേ റബ്ബേ. വ അസ്രിഫുഹു അന്നി വ അസ്രിഫ്നി അൻഹു വഖ്ദുറുലി ഖൈറ ഹൈസു കാന സുമ്മ റള്ളിനി ബി വയുസമ്മി ഹാജത്ത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഹാജത്ത്, നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അള്ളാഹിനോട് വ്യക്തമായിട്ട് പറയാം അല്ലേ. നമ്മളിങ്ങനെ ഒരു ഷോപ്പ് തുറക്കാൻ പോകുന്നുണ്ട് റബ്ബേ, അതിലെല്ലാം ബർക്കത്ത് റഹ്മത്തൊക്കെ നീ പ്രദാനം ചെയ്യണേ. ഇതിൽ വല്ല ഷെറുണ്ടെങ്കിൽ നീ തട്ടിത്തിരിക്കണം എന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അത് വളരെ സിൻസിയറായിട്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. നമസ്കാരം ഞാൻ പറഞ്ഞല്ലോ, 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമസ്കാരത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് നിയ്യത്ത് വെക്കാം. പിന്നെ ഇപ്രകാരം എന്തെങ്കിലും ഹാജത്ത് മനസ്സ് തോന്നിക്കഴിഞ്ഞാലും കൊല്ലു നിഅമത്തും മിനല്ലാഹ് അല്ലേ, ആ നിഅമത്തും റഹ്മത്തും ബർക്കത്തൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അവിടെയും നമ്മൾ ഡയറക്റ്റ്ലി അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ റിപ്പീറ്റഡ്ലി, അതായത് ഒരുപാട് ഖുർആനിലെ ആയത്തുകളൊക്കെ പഠിപ്പിച്ച പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ആണ് അല്ലേ. അതുകൊണ്ട് ഇത് നമ്മളെല്ലാം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം അല്ലേ. അതൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നല്ലാണ്ട് വ്യക്തമായിട്ട് അത്ര പ്രാധാന്യമുള്ളൊരു ദുആ ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കുക. ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കും പോലെ ദുആ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ആവശ്യമുള്ളതുമാണ്. അപ്പോഴൊക്കെ നമുക്കിത് ചെല്ലാവുന്നതുമാണ്. അല്ലാഹുമ്മ എല്ലാം അള്ളാഹുവിനാണ് അറിയുക, അള്ളാഹുവിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു മനസ്സിലൊരു ഇതും കൂടെ വേണം. പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിലും ആ സ്ഥാനത്ത് മഗാഷി വാക്കിബത്തി അമ്രി എന്നുള്ളത് അജിലി അമ്രി വ അജിലിഹി എന്നും കൂടെ പറയാവുന്ന, അതിന് പകരം ഇങ്ങനെയും പറയാവുന്നതാണ്.
അതായത് ഈ പ്രാർത്ഥനയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കി എങ്കിൽ മാത്രമേ അതിന് ആത്മാർത്ഥതയോട് കൂടിയുള്ള, അതായത് പ്രാർത്ഥിക്കുമ്പോൾ ഇനി മനപ്പാടെ അറിയാണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ ഹൃദയ സാന്നിധ്യമില്ലാണ്ട് നമ്മൾ കുറേ ദുആ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ വിഷയത്തിലെ ചില മേഖലകൾ കൂടി മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ചോദിക്കുന്നത്, ഇസ്തിഖാറയുടെ പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരാൾക്ക് ഒന്നിലേക്ക് ചായ്വില്ലാത്ത വിധം 50-50 എന്ന നിലയിൽ സൗമ്യമായി നിൽക്കുന്ന 2 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥനകളിൽ എന്ത് പറയണം? അതായത് ഇപ്പോൾ 2 സബ്ജക്റ്റ്, 2 പുതിയാപ്പിളമാരെ അന്വേഷണം വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിന്. അങ്ങനെ ആകുമ്പോൾ അവൻ ഇസ്തിഖാറ നിർവഹിക്കേണ്ടതില്ല. അപ്പോൾ 2 വിഷയം വന്നാൽ, ഇപ്പോൾ 2 അന്വേഷണങ്ങൾ വന്ന് ഏതെടുക്കണമെന്നാണെങ്കിൽ നമ്മൾ ഇസ്തിഖാറ, അമ്ര എന്നാണ് പറഞ്ഞത്, ഇവിടെ അമ്രൈനി പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമുക്ക് ഇസ്തിഖാറ ചോദിക്കാൻ ഹദീസിൽ സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത്. ഉദ്ദേശം എന്നത് ബുഖാരിയിൽ വന്ന ഹദീസിൻ്റെ വാചക സൂചിപ്പിച്ചു കൊണ്ടുവന്നു. നിങ്ങളിൽ ആരെങ്കിലും വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ 2 റക്അത്ത് നമസ്കരിച്ച ശേഷം ഇപ്രകാരം പറയട്ടെ. ബുഖാരി. ആരാണ് ഇസ്തിഖാറ ചെയ്യേണ്ടത്, ഏത് ചെയ്യണമെന്ന വിഷയത്തിൽ ആശയക്കുഴപ്പമുള്ള ഒരുവനാണോ, അതല്ല ഏത് ചെയ്യണമെന്ന് തീരുമാനിച്ചവനാണോ? അതായത് അല്ല, ഇസ്തിഖാറയുടെ പ്രാർത്ഥന ആശയക്കുഴപ്പത്തെ ദൂരീകരിക്കുകയല്ല, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറച്ച ശേഷമാണ് ഇസ്തിഖാറ. അതായത് 2 വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏതെടുക്കണം എന്നുള്ളതിനൊരു ലോട്ടെടുക്കുകയല്ല ഇതിൽ ചെയ്യുന്നത്. നമ്മൾ തീരുമാനിച്ച് ഏതെങ്കിലും ഒരു വിവാഹം നമ്മളെ മനസ്സിൽ നമുക്ക് ഉദ്ദേശിച്ച ഏറ്റവും നല്ലതാണ്, കൂടുതൽ പൊരുത്തമുള്ള ഒരു വിഷയം ആക്കിയിട്ട് അത് എടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് ഇപ്രകാരം ദുആ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും നീക്കാൻ ഉതകുന്ന ഒന്നല്ല ഇസ്തിഖാറ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, പിന്നെ വെറുതെ നിസ്കരിക്കുക അല്ലേ, അങ്ങനൊരു സംഗതിയല്ല ഈ ഇസ്തിഖാറ നിസ്കാരം. ഇസ്തിഖാറയുടെ പ്രാർത്ഥന നടത്തേണ്ട തസ്ലീമിൻ്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ? തസ്ലീമിന് ശേഷം എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ സലാം വിട്ടുന്നതിന് മുമ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇസ്തിഖാറയുടെ ദുആ ആവർത്തിക്കാൻ പറ്റുമോ? ചോദ്യം. അതായത് ഇസ്തിഖാറ ശരീഅത്തിന് അനുസൃതമല്ലെങ്കിൽ അത് ആവർത്തിക്കാവുന്നതാണ്. ഹൃദയത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത വെറും വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് മാത്രമാണ് ഇസ്തിഖാറ നടത്തുന്നതെങ്കിൽ ശരീഅത്തിന് അനുസൃതമല്ലാത്തതാണ്, അത് തന്നെ മതിയാവും. അതായത് മനസ്സിൽ നല്ല വ്യക്തമായ ധാരണയും അവബോധവും അള്ളാഹുവിനോടാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയം ശരിക്കും റാഹത്തായിട്ട് നടക്കണേ എന്നൊക്കെയുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഖുശൂ ഇല്ലാണ്ട് ഇത് പ്രാർത്ഥിക്കരുതെന്നാണ് പറയുന്നത്. അവന് തോന്നിയില്ലെങ്കിൽ ആവർത്തിക്കുന്നത് ബിദ്അത്തായി ചെയ്യുകയുമാകും. അതായത് അങ്ങനെ മനസ്സിൽ പിന്നെ ശരിക്കുള്ള ഒരു തവക്കുലും തഖ്വയൊന്നും ഇല്ലാത്ത ഒരാൾ ചെയ്താൽ അത് ബിദ്അത്തായി മാറുമെന്ന് പറയുന്നുണ്ട്. അബീ ഷൈബയുടെ റിപ്പോർട്ടിൽ നിങ്ങളിൽ ഒരാൾക്ക് ആവശ്യം നിറവേറ്റാനുണ്ടെങ്കിൽ എന്നും വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിന് തെളിവാണ്. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ആവശ്യമെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ അതുമായി ബന്ധപ്പെട്ടവരോടോ ഒക്കെ കൂടിയാലോചിച്ച്, ഞാൻ മേലെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ, ഒരു കാര്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് ഭരമേൽപ്പിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെ നടത്തിയൊരു കാര്യം അത് ചിലപ്പം പിന്നെ ബിസിനസ് പൊളിഞ്ഞു പോകാം, അല്ലെങ്കിൽ വിവാഹാലോചനകളുടെ പ്രശ്നങ്ങളാവാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഇസ്തിഖാറിനെ കുറ്റം പറയേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ വിധിയാണ് അല്ലേ. ഹൈറായാലും ഷെറായാലും അത് നമുക്ക് നല്ലതിനാണെന്ന് വിശ്വസിക്കുക. വശാവിർഹും ഫിൽ അംറി ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു തവക്കുൽ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് ആ നമസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള പല അവസരങ്ങളിലും നമുക്ക് ഇത് നമസ്കരിക്കുന്നത് വെച്ചാൽ ഇത് ഖുർആൻ ക്ലാസ്സുകൾ കേട്ടിട്ടും ഖുർആനുമായിട്ട് കൂടുതൽ ടച്ച് ഉണ്ടെങ്കിലും പലരും ഇങ്ങനത്തെ കണ്ട വിഷയത്തിലൊന്നും ഇത്തരത്തിലുള്ളൊരു നമസ്കാരം നിർവഹിക്കുന്നതായിട്ട് അധികം ശ്രദ്ധയിൽപ്പെടാറില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം തിരഞ്ഞെടുത്ത്. പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങളും മറ്റും നിഷിദ്ധമായ സമയങ്ങളുണ്ട് അല്ലേ. സുബഹി നമസ്കാരത്തിന് ശേഷവും പിന്നെ സൂര്യൻ ഉദിച്ചുയരുന്നത്
വരെ ഉള്ള സമയങ്ങൾ, അതായത് ഇഷ്റാഖ് നമസ്കാരത്തിൻ്റെ സുബഹി നമസ്കാരത്തിൻ്റെ ഇടയിൽ പിന്നെ അസർ നമസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ സമയങ്ങളിലൊന്നും അതല്ലാത്ത സമയത്താണ് ഉത്തമം. ഈ സമയങ്ങളിലൊന്നും മറ്റുള്ള നിസ്കാരങ്ങൾ വിരോധിച്ച പോലെ ഇസ്തിഖാറ നിസ്കാരവും ആ സമയത്ത് ചെയ്യുന്നത് അത്ര ഉത്തമമല്ല, മറ്റുള്ള സമയങ്ങളിൽ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, രണ്ട് വിധ കച്ചവടത്തെയും രണ്ട് വിധ വസ്ത്രധാരണത്തെയും രണ്ട് വിധ നമസ്കാരത്തിലെയും അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. എന്താണ്? സുബഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത്, അതായത് ഇഷ്റാഖിൻ്റെ സമയം വരെയുള്ള സമയത്തുള്ള നമസ്കാരം, പിന്നെ അസർ നമസ്കാര അനന്തരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തുള്ള നമസ്കാരം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സമയങ്ങളിലും നമസ്കരിക്കാതെ, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അസറിന് ശേഷവും സുബഹിക്ക് ശേഷം ഇഷ്റാഖ് നമസ്കാരത്തിൻ്റെയും രണ്ടിൻ്റെയും മധ്യത്തിലായിട്ടും നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ദുആ ഞാൻ ഇതിൻ്റെ അർത്ഥവും പിന്നെ ദുആയൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഇനി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നമ്മൾ കുഴങ്ങി നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക അല്ലേ, ഏറ്റവും ഹൈറായത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് മനസ്സൊരുക്കി ഏറ്റവും ഒരു തഖ്വയോട് കൂടി, അത് തഹജ്ജുദിൻ്റെ സമയത്താണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല താഴോട്ട് വരുന്ന ഇലസമായി ദുനി അല്ലെ, അള്ളാഹു ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടാണ്. ആ സമയത്ത് ആ സമയത്ത് നിസ്കരിക്കണമെന്നൊന്നും ഇല്ല, അന്നേരം ഒന്നും കൂടെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു മാത്രം. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു.